എല്ലാവർക്കും ഇമ്മാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ഫോൺ ചാർജ് ചെയ്യാറുള്ളവരായിരിക്കും. ഇപ്പോൾ 20 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ 30 വാട്ട്സിന്റെ ചാർജർ കുത്തുകയാണെങ്കിലും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നോർമലായിട്ട് ചാർജ് ആകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അത് നോർമലായി ചാർജ് ആവുന്നത്? എങ്ങനെയായിരിക്കും ഓവറായിട്ടുള്ള പവർ അതിനകത്തോട്ട് ഡെലിവർ ആവാതെ വരുന്നത്? നിങ്ങളിപ്പോൾ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുകയാണെങ്കിലും എങ്ങനെയായിരിക്കും അത് കൃത്യമായി തന്നെ ചാർജ് ആവുന്നത്? അതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാർജിങ് പ്രോസസ്സിന്റെ പുറകിൽ നടക്കുന്ന കുറച്ച് സീക്രട്സിനെ പറ്റിയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിക്ക് സേഫും അതുപോലെ എഫിഷ്യന്റുമായി ചാർജ് ആവാനായിട്ട് ഒരു സ്പെസിഫിക് വോൾട്ടേജ് ഉണ്ട്. ആ ഒരു സ്പെസിഫിക് വോൾട്ടേജിൽ നിന്നും കൂടുതൽ വോൾട്ടേജ് ആ ഒരു ഫോണിനകത്തോട്ട് എൻ്റർ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ഡാമേജ് ആയേക്കാം, ചിലപ്പോൾ തീപിടുത്തത്തിന് വരെ അതൊരു കാരണമായേക്കാം. മറിച്ച് അതിനേക്കാളും കുറവ് വോൾട്ടേജ് ആണ് ഫോണിൻ്റെ അകത്തോട്ട് ചെല്ലുന്നതെങ്കിൽ ഫോൺ ചാർജ് ആവാനായിട്ട് അത്യാവശ്യം സമയമെടുക്കും. പക്ഷെ അതൊന്നും നടക്കാതെ എങ്ങനെയായിരിക്കും ഈ ഒരു ഡെലിക്കേറ്റ് ആയിട്ട് പവർ ഡെലിവർ ആവുന്നത്? ഈ ഒരു ചാർജിങ് പ്രോസസ്സിന്റെ കീ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാർജറും ഫോണുമാണ്. പക്ഷേ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന റിയൽ ബ്രെയിൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ തന്നെയാണ്. നിങ്ങളുടെ ഫോണിന്റെ ഉള്ളിൽ പവർ മാനേജ്മെന്റ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ PMIC എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട്. ഈ ഒരു PMICയിൽ നമുക്ക് ഈ ഒരു ചാർജിങ് ഓർക്കസ്ട്രയുടെ ഒരു കണ്ടക്ടറായിട്ട് കാണാം. ഈ ഒരു PMIC നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിയുടെ വോൾട്ടേജ്, കറണ്ട്, ടെമ്പറേച്ചർ ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ ഒരു IC നിങ്ങളുടെ ചാർജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒപ്റ്റിമൽ ആയിട്ടുള്ള ചാർജിങ് പാരാമീറ്റേഴ്സ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കും. ഈ ഒരു നെഗോഷിയേഷൻ നടക്കുന്നത് വേരിയസ് പ്രോട്ടോകോൾസിലൂടെയാണ്. ബട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രോട്ടോകോൾ നമ്മൾ കേട്ടിരിക്കുന്നത് USB പവർ ഡെലിവറി അഥവാ USB PD ചാർജിങ് ആണ്. നിങ്ങൾ ഫോൺ ചാർജിങ്ങിന് കുത്തുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ജസ്റ്റ് വെറുതെ അങ്ങ് കയറി ചെല്ലുകയല്ല ചെയ്യുന്നത്. അവിടെ ഒരു ഡീല് അഥവാ ഒരു ഹാൻഡ് ഷേക്ക് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ ചാർജറിനോട് അതിൻ്റെ ചാർജിങ് നീഡ്സ് പറയുന്നു. ആൻഡ് ചാർജർ അതിൻ്റെ ചാർജ് ക്യാപ്പബിലിറ്റീസ്, അതായത് എത്രത്തോളം വോൾട്ടേജും കറണ്ടുമാണ് അതിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഫോണിനോട് പറയുന്നു. ആൻഡ് ഈ ഒരു കോൺവെർസേഷന്റെ ബേസിസിൽ PMIC ചാർജറിനോട് പറയുന്നു അതിന് എത്രത്തോളം പവർ ആണ് വേണ്ടതെന്ന്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെയാണ്. അതായത് നമ്മൾ വെയിറ്ററിനോട് എത്രത്തോളം ഫുഡാണ് വേണ്ടതെന്ന് പറയുന്നു. ആൻഡ് വെയിറ്റർ ആ ഒരു കറക്റ്റ് എമൗണ്ടിൽ ഫുഡ് നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ഈ ഒരു PMIC ആണ് നിങ്ങളുടെ ഫോണിന് വേണ്ടിയുള്ള വോൾട്ടേജും കറണ്ടും എല്ലാം സേഫും അതുപോലെ സ്പീഡി ചാർജിങ്ങുമാണ് എന്ന് എൻഷുർ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഈ ഒരു വോൾട്ടേജ് കൺട്രോളിനെ പറ്റിയാണ്. പക്ഷേ ഇത് എന്താണ് ഇത്രയും വലിയ കാര്യം ഇരിക്കുന്നത്? കുറേ കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ് സേഫ്റ്റി. ഈ ഒരു വോൾട്ടേജ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നതും അതുപോലെ തന്നെ മറ്റു പൊട്ടൻഷ്യൽ ഹസാർഡ്സും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ്ലി, ഇത് ബാറ്ററിയുടെ ഹെൽത്തിൽ വളരെ വലിയൊരു പങ്ക് വയ്ക്കുന്നുണ്ട്. റോങ് ആയിട്ടുള്ള വോൾട്ടേജിൽ നമ്മുടെ ഫോൺ ചാർജ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ബാറ്ററിയുടെ ഹെൽത്തിനെ അത് ഡീഗ്രേഡ് ചെയ്തേക്കാം ഓവർ ടൈമിൽ. ആൻഡ് അതിൻ്റെ ലൈഫ് സ്പാനും റെഡ്യൂസ് ആവും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബാറ്ററി ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. ഈ ഒരു PMIC ആണ് നിങ്ങളുടെ ബാറ്ററിക്ക് വേണ്ടി കെയർ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി, ഈ ഒരു ഇന്റലിജന്റ് കൺട്രോൾ ആണ് ഫാസ്റ്റ് ചാർജിങ് നടത്തുന്നത്. പല മോഡേൺ ആയിട്ടുള്ള ചാർജിങ് ടെക്നോളജീസും ഈ ഒരു നെഗോസിയേഷൻ പ്രോസസ്സിലാണ് റിലേ ചെയ്യുന്നത് സേഫ് ആയിട്ട് ഹയർ പവർ ഡെലിവർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ ഫോൺ മൊത്തത്തിൽ ഉപയോഗിച്ച് 0% ചാർജിൽ എത്തി എന്ന് വിചാരിക്കാം. ആൻഡ് നിങ്ങൾ ഫോണിന് ചാർജിങ്ങിന് വെച്ചു. ആദ്യത്തെ 0%ന്ന് അങ്ങ് 50% വരെ എത്താൻ കുറച്ച് സമയം എടുക്കുള്ളൂ. എങ്ങനെ? അത് ഈ ഒരു PMICയും ചാർജറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജ് നമുക്ക് കുറച്ച് കൂടുതൽ വോൾട്ടേജ് അങ്ങ് കൊടുത്തേക്കാം സേഫ് ആയിട്ട് എന്ന് അവർ രണ്ടും തമ്മിൽ തീരുമാനിക്കുന്നു. ആൻഡ് ഈ ഒരു ബാറ്ററി ചാർജ് വന്ന് ഒരു ലാസ്റ്റ് ഫുൾ ആവാനായിട്ടായിരിക്കും അത്യാവശ്യം സമയം എടുക്കുന്നത്. ആ സമയത്ത് ഈ ഒരു PMIC ആണ് വോൾട്ടേജിനെ പതിയെ കുറയ്ക്കുന്നത്. കാരണം വളരെ ജെന്റിലായിട്ട് അത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓവർ ചാർജിങ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അവസാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പവർ മാനേജ്മെന്റ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ ഈ ഒരു PMIC ആണ് ഈ ഒരു ചാർജിങ് പ്രോസസ്സിന്റെ മെയിൻ ബ്രെയിൻ. ഈ ഒരു IC ആണ് ചാർജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്രത്തോളം വോൾട്ടേജും കറണ്ടുമാണ് അതിന് വേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രിസൈസ് കൺട്രോൾ കാരണം സേഫ്റ്റി ഉണ്ട്, ആൻഡ് ബാറ്ററി ഹെൽത്ത് പ്രൊമോട്ടഡ് ആവും, ആൻഡ് ഓൾസോ ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആവുന്നു. അടുത്ത തവണ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇത്രത്തോളം കാര്യങ്ങൾ അതിന്റെ പുറകെ നടക്കുന്നുണ്ടല്ലേ എന്ന് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. അത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.